ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BP എന്ന് കേട്ടാൽ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സർവ്വസാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് BP. രക്തസമ്മർദ്ദം എന്ന മലയാളം വാക്കിനേക്കാൾ ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള പേരായിരിക്കും BP. ഇന്നത്തെ കാലത്തുള്ള ജീവിതശൈലിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉള്ള രോഗങ്ങളിൽ മുന്നിലാണ് രക്തസമ്മർദ്ദത്തിൻ്റെ സ്ഥാനവും. കേരളത്തിലെ മധ്യവയസ്കരിൽ ഏകദേശം 22% പേർക്ക് രക്തസമ്മർദ്ദമുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ BP 140/90 മുകളിലേക്ക് ഉയരുന്നത് ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിക്കുന്നു. ചിലപ്പോൾ ഇത് പെട്ടെന്നുള്ള മരണത്തിലേക്ക് വരെ പലരെയും കൊണ്ടെത്തിക്കാറുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും പല വിധത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും ശരീരത്തിൽ പ്രകടിപ്പിക്കുക. ഇതിനെ നാം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ ജീവന് തന്നെ അപകടമായേക്കാം. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കടുത്ത തലവേദനയാണ് ഒരു ലക്ഷണം. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് തലവേദനയിലൂടെ ലക്ഷണം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അസഹനീയമായ തലവേദനയാണെങ്കിൽ BP പരിശോധിക്കുന്നത് നല്ലതാണ്. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റൊന്ന്. പലപ്പോഴും രക്തസമ്മർദ്ദം ഉയർന്ന അളവിലെത്തുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ശ്വാസതടസ്സം ആസ്മയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവാമെങ്കിലും അമിതമാകുകയാണെങ്കിൽ അത് രക്തസമ്മർദ്ദത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. തലചുറ്റലും ക്ഷീണവും ഇടയ്ക്കിടയ്ക്ക് തോന്നുകയാണെങ്കിൽ അതും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണമാണ്. കൃത്യമായി ഭക്ഷണം കഴിക്കാതിരുന്നാലും ഇത്തരത്തിൽ തലചുറ്റൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുന്നതും പ്രധാന ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇടയ്ക്കിടെ കാഴ്ച മങ്ങുന്നത് കാരണം കണ്ണ് ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ BP ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കാഴ്ച മങ്ങുന്നത് പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കൂടി ലക്ഷണമാവാം. മുഖത്തെ ചർമ്മം വലിയുന്നതും അസ്വസ്ഥതയുണ്ടാവുന്നതും രക്തസമ്മർദ്ദം കുറയുന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. രക്തസമ്മർദ്ദം ഉയർന്ന അളവിൽ ആകുമ്പോഴും രക്തയോട്ടം കൃത്യമായി നടക്കാതിരിക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ. കൈകാലുകളിൽ മരവിപ്പ് അനുഭവപ്പെടുന്നതും ഇത് തുടർച്ചയായി നീണ്ടു നിൽക്കുകയും ചെയ്താൽ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാകാൻ സാധ്യതയേറെയാണ്. ചെവിയിലും കഴുത്തിൻ്റെ ചില ഭാഗങ്ങളിലും പ്രത്യേക തരത്തിൽ മിടിപ്പ് അനുഭവപ്പെടുന്നതും BP കൂടിയതിൻ്റെ ലക്ഷണമാകാം. നെഞ്ചുവേദനയുണ്ടെങ്കിൽ ആദ്യം BP നോക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പലപ്പോഴും നെഞ്ചുവേദന അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മൂക്കിൽ നിന്നും രക്തം വരുന്നതും രക്തസമ്മർദ്ദത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളിലൊന്നാണ്. മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണപ്പെടുന്നതും ഇത്തരത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. നിർത്താതെയുള്ള ചുമയാണ് മറ്റൊന്ന്. നിരന്തരമുള്ള ചുമ ഇത്തരത്തിൽ രക്തസമ്മർദ്ദത്തിൻ്റെ തോത് ഉയരുന്നതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചുമയുണ്ടെങ്കിൽ BP പരിശോധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഇത് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. കറിയുപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുക. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് കറിയുപ്പിനുണ്ട്. ഭക്ഷണത്തിൽ ഒരാൾക്ക് ഒരു ദിവസം 6 ഗ്രാമിൽ കുറവ് മാത്രമേ കറിയുപ്പ് ആവശ്യമുള്ളൂ. ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പപ്പടം, അച്ചാറ്, ഉണക്കമീൻ, ടിൻ ഫുഡ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ആവശ്യമെങ്കിൽ കറിയുപ്പിന് പകരം ഇന്ദുപ്പ് അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കാം. ഇന്ദുപ്പിൽ അടങ്ങിയ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്നു. കടൽ മത്സ്യങ്ങളായ മത്തി, അയല, ചൂര, കോര തുടങ്ങിയവ സ്ഥിരമായി കറി വെച്ച് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറക്കാൻ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 രക്തസമ്മർദ്ദം കുറക്കുന്നത് കൂടാതെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ധാരാളം പഴങ്ങളും പച്ചക്കറികളും അതുപോലെ കൊഴുപ്പ് നീക്കം ചെയ്ത പാൽ കൂടാതെ പരിപ്പ്, ഉലുവ, മുരിങ്ങയില, ചീര, വെളുത്തുള്ളി, തക്കാളി, ബീൻസ്, കിവി ഫ്രൂട്ട്സ്, ഏത്തപ്പഴം എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രക്തസമ്മർദ്ദത്തെ കുറക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൽ യൂറിക് ആസിഡ് അമിതമായാൽ BP കൂടാൻ സാധ്യതയുണ്ട്. പഞ്ചസാരയും പഴങ്ങളും കൂടുതലായി കഴിക്കുന്നവരിൽ വ്യായാമം വഴി ഫ്രക്ടോസിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കാതെ വരുമ്പോൾ യൂറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഫ്രക്ടോസ് ഉപയോഗം 25 ഗ്രാമായി നിയന്ത്രിക്കുകയാണ് അതിനുള്ള പരിഹാരം. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നന്നായി വ്യായാമം ചെയ്യുന്നവരാണെങ്കിലേ ഭക്ഷണത്തിനോടൊപ്പം ധാരാളം പഴങ്ങൾ കഴിക്കാവൂ എന്നർത്ഥം.
അതുപോലെ തന്നെ പുകവലിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു. ഇത് വർജിക്കേണ്ടത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ അനിവാര്യമാണ്. അമിത മദ്യപാനവും രക്തസമ്മർദ്ദം കൂട്ടുന്നതാണ്. അതിനാൽ മദ്യപാനികൾ ഇത് വർജിക്കാത്തിടത്തോളം കാലം രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകില്ല. അമിതമായി കാപ്പി കുടിക്കുന്നത് രക്തസമ്മർദ്ദം കൂട്ടുമെന്നതിനാൽ രക്തസമ്മർദ്ദമുള്ളവർ കാപ്പികുടി കുറയ്ക്കേണ്ടതാണ്. പൊണ്ണത്തടിയുള്ളവരിൽ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അവർ ശരീരഭാരം കുറയ്ക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ആഹാര നിയന്ത്രണത്തിലൂടെയും ചിട്ടയായ വ്യായാമത്തിലൂടെയും ശരീരഭാരം നിയന്ത്രിക്കാവുന്നതാണ്. നടത്തം, ജോഗിംഗ്, നീന്തൽ, നൃത്തം എന്നിവയെല്ലാം വ്യായാമത്തിൽപ്പെടുന്നു. ദിവസവും രാവിലെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. വ്യായാമത്തിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകുന്നതോടൊപ്പം തന്നെ ഹൃദ്രോഗം, പ്രമേഹം, കൊളസ്ട്രോൾ, പൊണ്ണത്തടി എന്നിവയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഹൃദ്രോഗമുള്ളവർ, മറ്റ് അസുഖങ്ങളുള്ളവർ എന്നിവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം ബാധിച്ചാൽ അത് പിന്നീട് നമ്മുടെ അവസ്ഥയെ കൂടുതൽ മോശമാക്കും. അത് ഹൃദയത്തെ ബാധിച്ചേക്കാം. വൃക്കകളുടെ തകർച്ചയ്ക്കും രക്തസമ്മർദ്ദം പ്രധാന കാരണമാണ്. ഇത്തരം അറിവുകൾ തുറന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക.